നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കൈകൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എഫാത്തയുടെ മക്കൾക്കായി നീ ഒരു ദിവസം കൂടെ നൽകി. ഈ ദിവസത്തെ ഓർത്ത് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ കൃപയ്ക്കൊത്ത് ജീവിക്കുവാൻ എഫാത്തയുടെ എല്ലാ മക്കൾക്കും, അതുപോലെ ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും അവിടുന്ന് വർഷിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലെ എല്ലാ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം കർത്താവെ അങ്ങ് അവിടുന്ന് എടുത്തു മാറ്റി ഈശോയെ അങ്ങയോട് ചേർത്ത് വെച്ചവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനിലുമുള്ള നാനാജാതി മതസ്ഥരായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും പാടി പുകഴ്ത്തുവാനും അങ്ങേ ആരാധിക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ഒത്തിരി ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ ഭാരങ്ങളെല്ലാം കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മളുടെ നിയോഗങ്ങളെ വിട്ടുകൊടുക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ലെന്ന് നമ്മളോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഞാൻ എടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുരിശിൽ മരണം വരിച്ചിരിക്കുന്നു, പിന്നെ എന്തിനു നിങ്ങൾ ഭാരം വഹിക്കുന്നു? ഭാരങ്ങളെല്ലാം കർത്താവിന്റെ തിരുമുൻപിൽ നമ്മൾക്ക് ഇറക്കി വെച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമം പാടി നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് കരങ്ങളടിച്ച് ഗായിക സംഘത്തോട് ചേർന്നുകൊണ്ട് കർത്താവിന് നമുക്ക് സ്തുതിഗീതം ആലപിക്കാം. ഹൃദയങ്ങൾ
സ്നേഹിക്കുകയും ഹൃദയം തുറന്ന് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുകയും ചെയ്യുന്നവരായാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ജീവിതത്തിന്റെ ഉടമകളാവുകയുള്ളൂ. ഇത് നമ്മുടെ കുടുംബത്തിലാണ് ആരംഭിക്കേണ്ടത്. കുടുംബത്തിൽ നിന്നും നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നും കുടുംബത്തിന്റെയും കീർത്തനങ്ങളുടെയും സ്വരങ്ങൾ ഉയരുമ്പോൾ നമ്മളുടെ ആത്മാവിന്റെ വിശുദ്ധി അവിടെ ഉയരുകയും നമ്മളുടെ ദേശത്തു നിന്നും കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും അസ്വസ്ഥകൾ വിട്ടകലുകയും ചെയ്യുന്നു. കർത്താവിനോട് നമുക്ക് സന്നദ്ധയിലായിരുന്നു കൊണ്ട് നമുക്ക് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഒത്തിരി കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാണ് യേശുവേ. എങ്കിലും ഞങ്ങളെ അവിടുന്ന് ഓരോരുത്തരെയും അങ്ങ് അവിടുന്ന് തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നതാണ് ഈ കൂട്ടായ്മയിലേക്ക്. എഫാത്തയുടെ മക്കളായിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങയോട് ചേർന്ന് നിൽക്കുവാന് ഈശോയെ ഞങ്ങൾ അവിടുന്ന് പേര് ചൊല്ലി നീ വിളിച്ചിരിക്കുകയാണ്. ലോകം മുഴുവനിലുമുള്ള മക്കൾക്ക് ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള കൃപ നീ അവിടുന്ന് നൽകി. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, അവിടുത്തെ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളിലും വർഷിക്കുവാൻ ഇടയാകട്ടെ. എന്റെ കർത്താവായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ നിറഞ്ഞ് അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാന് ഈശോയെ എഫാത്തയുടെ പടി കടന്നു വരുന്ന ഓരോ മക്കളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒരു മക്കൾ പോലും നിരാശരായി ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നാഥ നീ അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവായ ഈശോയുടെ തിരുമുൻപിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി നമ്മളെ വിട്ടുകൊടുക്കാം. മക്കളെ, ഹൃദയമുയർത്തി സ്വരമുയർത്തി നമ്മളുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. ആരും ഒന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാതെ ചാണ്ടിയച്ഛൻ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ ചുമന്നു കൊണ്ടുവരുന്ന എല്ലാ പാണ്ഡങ്ങളും ഈ കുരിശിന്റെ ചുവട്ടിൽ അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ഇനിയും പാടി സ്തുതിക്കാം. എത്ര സ്തുതി കേട്ടാലും മതിയാവാത്തതാണ് നമ്മുടെ പൊന്നു തമ്പുരാന്. നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും നമ്മളുടെ സ്തുതികളും ആരാധനകളും നന്ദികളുമാണ്. നമുക്ക് പാടി പുകഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാം. ദൈവമേ സ്തോത്രം. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കുമ്പോൾ വിടുതൽ പ്രാപിക്കും. കർത്താവേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ മഹത്വം. ദൈവമേ ആരാധന. യേശുവേ സ്തോത്രം. ദൈവമേ, മക്കളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധി കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. യേശുവേ, ലോകം മുഴുവനിലുമായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകി നിന്നോട് ചേർന്ന് ലയിച്ച് തീരുവാൻ ഈശോയെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഇടിമുഴക്കം പോലെ മക്കളെ സ്തുതിക്കുവിൻ. വിട്ടുകൊടുത്ത് സ്തുതിക്കുവിൻ മക്കളെ. സ്തോത്രം കർത്താവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ഗാനം ആലപിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിക്കാം നമുക്കൊന്ന സ്തുതി പാടാം നമുക്കൊന്ന സ്തുതിക്കാം നമുക്കൊന്ന സ്തുതി പാടാം നമുക്കൊന്ന സ്തുതിക്കാം നമുക്കൊന്ന സ്തുതി പാടാം നമുക്കൊന്ന ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്ന സ്തുതി പാടാം നമുക്കൊന്ന സ്തുതിക്കാം നമുക്കൊന്ന സ്തുതി പാടാം നമുക്കൊന്ന സ്തുതിക്കാം നമുക്കൊന്ന സ്തുതി പാടാം നമുക്കൊന്ന. സ്തോത്രം. 106 സങ്കീർത്തനത്തിൽ അവിടുന്ന് സങ്കീർത്തനം വീണ്ടും പറയുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. അതേ പ്രിയപ്പെട്ടവരെ,
അവിടുന്ന് കാരുണ്യവാനാണ്. അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പാപികളും ബലഹീനരും അയോഗ്യരുമായിരിക്കുന്ന നാം എല്ലാവരും ഇന്നിവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി എന്നും എന്നാളും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നമ്മൾക്ക് അഭയം പ്രാപിക്കാം. അവിടെ മാത്രമേ നമുക്ക് അഭയം പ്രാപിച്ചാൽ രക്ഷയുണ്ടാകുന്നുള്ളൂ. നമ്മൾ ഈ ലോകത്തിന്റെ സുഖമോഹങ്ങളിലേക്കെല്ലാം ഒഴുകി പോകുമ്പോൾ യേശു അറിയാതെ തന്നെ നമ്മളെ ഇല്ലാതാക്കി പോകുന്നു. അതിനിടവരുത്താതെ എഫ്ഫാത്തയുടെ ഒരു മക്കൾ പോലും എന്റെ യേശോയെ അങ്ങയുടെ കാരുണ്യത്തിൽ നിന്ന് വിട്ടുപോകുവാൻ അങ്ങ് അവിടുന്ന് അനുവദിക്കരുതേ. ഓരോ മക്കളും എഫ്ഫാത്തയിൽ കടന്നു വരുന്ന ഓരോ മക്കളും അതിനായി പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അതിനായി പ്രാർത്ഥിക്കുക. യേശുവിന്റെ കാരുണ്യം അതികഠിനമായി നമ്മളെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വഴിയിലെല്ലാം വന്നു ചേർന്നിരിക്കുന്നത്. അവിടുത്തെ കാരുണ്യം ഏറ്റവും വലുതാകുന്നു. എങ്കിലും അവിടുന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളുടെ സ്തുതിയും ആരാധനയും നന്ദിയുമാണ്. നമ്മൾ നന്ദിയില്ലാത്തവരായി കടന്നു പോകുമ്പോൾ അവിടുന്ന് വീണ്ടും വീണ്ടും കുരിശിൽ മരണം പ്രാപിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി. അവിടുന്ന് വേദനിക്കുന്ന ഓരോ തുള്ളിച്ചോരയും ഇറ്റിച്ച് വീഴുമ്പോൾ അവിടുത്തെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ യേശുവിന്റെ സന്നിധിയിൽ മക്കളെ അണയുവാന്, അങ്ങയുടെ കാരുണ്യത്തെ സ്വീകരിക്കുവാന്, നമ്മൾക്ക് ഓരോരുത്തർക്കും അവിടുത്തെ കൃപയാൽ നിറയുവാന്, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാന് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുടുംബങ്ങളില്, നമ്മളുടെ കൂട്ടായ്മകളില് സ്തുതിയുടെയും കീർത്തനങ്ങളുടെയും ആരാധനകളുടെയും സ്വരങ്ങൾ ഉയരുവാന്, പാപികളും ബലഹീനരുമായി നമ്മൾ അവിടുന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകുകയുള്ളൂ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. കുടുംബങ്ങളിൽ ആരാധനയും സ്തുതിയുടെയും കീർത്തനങ്ങൾ ഉയരട്ടെ. നമ്മളുടെ മക്കൾ അതുവഴി ഈ ലോകത്തിന് നല്ലവരായി തീരുവാന് അതിനിടയാക്കുകയും ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം കവിഞ്ഞൊഴുകുവാനുള്ള കൃപ ഞങ്ങൾ യാചിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളിലേക്ക് അങ്ങയുടെ വലിയ കൃപ, ഈ ലോകം മുഴുവനും അങ്ങയുടെ ഈ പങ്കെടുക്കുന്ന മക്കൾക്ക് അങ്ങയുടെ വലിയ കൃപ യേശുവെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, അങ്ങയുടെ സന്നിധിയിലേക്ക് ആയിരിക്കുമ്പോൾ അവിടുന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ പറയുന്നുണ്ട്. 2-ാം അധ്യായം 1 മുതൽ 4 വരെ പറയുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ അവർ ഒന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ വലിയ ശബ്ദത്തോടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ വലിയ ഭാഷകളിൽ, നിരവധി ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തുവെന്ന് കർത്താവായ ഈശോ നമ്മൾക്കും ആ ദാനങ്ങൾ തന്നിട്ടുണ്ട്. മക്കളെ, നമ്മൾ അതറിയാതെ നമ്മളുടെ നല്ല നിമിഷങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈശോയുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളോടും അപേക്ഷിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ദാനമായി നൽകിയത് അങ്ങയുടെ വലിയ കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് അവിടുത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം. എല്ലാവരും ഒച്ചത്തിൽ സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ, മഴവെള്ളം പോലെ സ്തുതിക്കട്ടെ മക്കളെ. സ്തോത്രം കർത്താവേ, സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. മക്കളായ സംഘത്തോടൊപ്പം ശോഭയേറും ആകാശ മഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കാം. ശോഭയേറും ആകാശ മഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കാം. ശോഭയേറും ആകാശ മഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കാം. ആകാശ നക്ഷത്ര ജാലങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിക്കാം. ആകാശ നക്ഷത്ര ജാലങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിലും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്ന്, സ്തുതി പാടാം നമുക്കൊന്ന്, സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി.
നമുക്കൊന്നായി സ്തുതി പാടാം നമുക്കൊന്നായി. Praise the Lord. കർത്താവിൻ ഉന്നതത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന മാലാഖമാരൊത്തു സ്തുതിക്കാം. കർത്താവിൻ ഉന്നതത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന മാലാഖമാരൊത്തു സ്തുതിക്കാം. കർത്താവിൻ ഉന്നതത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന മാലാഖമാരൊത്തു സ്തുതിക്കാം. ആകാശമേഘത്തിൽ വാഴും മഹേശനെ സർവശക്തിയോടെ സ്തുതിക്കാം. ആകാശമേഘത്തിൽ വാഴും മഹേശനെ സർവശക്തിയോടെ സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല.